ശ്രീ എം.എ. ബേബി, കേരളത്തിന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രി. വളരെ മഹത്തായ ഒരു കവിത സംഗീതത്തിൻ്റെ അംശങ്ങൾ ഉൾക്കൊള്ളും, ചിത്രകലയുടെ അംശങ്ങൾ ഉൾക്കൊള്ളും. കവിത എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും നല്ല ഗദ്യവും പദ്യമാണ് എന്ന അഭിപ്രായക്കാരനാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ചൊരു കവിയുടെ കൂട്ടത്തിൽ ബഷീറിനെ കാണുന്ന ഒരാളാണ് ഞാൻ. ബേബിച്ചായൻ്റെ രചനകളിൽ ഒരു ചിത്രകാരൻ്റെ സ്വാധീനം പലപ്പോഴും. എൻ്റെ അനിയൻ രാജൻ കാക്കനാടൻ പിൽക്കാലത്ത് അറിയപ്പെടുന്ന ഒരു ചിത്രകാരനായി. അപ്പം അയാൾ കൊച്ചായിരിക്കുമ്പോൾ അയാളുടെ കൈ പിടിച്ച് ഞാൻ അയാളെ കൊണ്ട് ചിത്രം വരപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു വലിയ ചിത്രകാരൻ, പിന്നീട് വലിയ ചിത്രകാരൻ ആയിത്തീർന്ന ഒരാളെ ആദ്യം കൈ പിടിച്ച് ചിത്രം വരപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ചിത്രകാരൻ്റെ ഗുരുസ്ഥാനം അവകാശപ്പെടാം. ചിത്രകാരനെ ഹരിശ്രീ ലഭിച്ചെന്ന് പറയാം. ബേബിച്ചായൻ പലപ്പോഴും ഞാൻ കാക്കനാട് രാജകുടുംബാംഗമാണ്, രാജവംശത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെ കുറച്ചൊക്കെ ഒരു ബഷീറിയൻ ശൈലിയിലാണെന്ന് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു. ഈ ഗതകാല വ്യവസ്ഥയുടെ ഫ്യൂഡലിസത്തിൻ്റെ ചില നന്മകളെക്കുറിച്ചും പലപ്പോഴും ബേബിച്ചായൻ എഴുതിയിട്ടുണ്ട്. ക്ഷത്രിയ പാരമ്പര്യം അവകാശപ്പെട്ടു എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ള ഒരു സത്യമാണ്. ഫ്യൂഡലിസ്റ്റോടുള്ള താല്പര്യവും ഒരു സത്യമാണ്. എനിക്ക് വാസ്തവത്തിൽ ഈ ഫ്യൂഡലിസ്റ്റോട് അതിൻ്റെ ചില ബന്ധങ്ങളോട് ഒരു ബഹുമാനം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം എനിക്ക് തോന്നുന്നു ഈ ക്യാപിറ്റലിസ്റ്റേക്കാൾ ഭംഗിയുള്ള ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒരു സെർഫ്ഡം എന്നൊക്കെ പറഞ്ഞാൽ സെർഫും അയാളുടെ എംപ്ലോയറും തമ്മിൽ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഈ തലപ്പൊലിയനും ഈ ജന്മിയായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ഒരു ഇൻറ്റിമസിയുള്ള ബന്ധം പോലെ തോന്നിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് പോലെ തോന്നും. ക്യാപിറ്റലിസ്റ്റിൽ തൊഴിലാളി മുതലാളി തമ്മിൽ അങ്ങനെ ഇല്ലല്ലോ, രൂപാണാപൈസയുടെ ബന്ധം തന്നെ ഉള്ളൂ. അതെ. അപ്പോൾ ആ മറ്റേ ബന്ധത്തോട് നമുക്കെന്തോ ഒരു ചിലപ്പോൾ കേട്ടിട്ടുണ്ട്. പഴയ പുരാതന തറവാട്ടുകളിലൊക്കെ തറവാട്ടിലെ മെയിൻ അനന്തരവനേക്കാൾ അവകാശം തലപ്പൊലിയനാണ്. അയാളോട് കൺസൾട്ട് ചെയ്തിട്ട് അവിടുത്തെ അനന്തരാവകാശി പോലും ഏത് കാര്യവും ഇടപെടാറുള്ളത്. ആ ബന്ധത്തിനൊരു സൗന്ദര്യവും ഒരു ഹ്യൂമൻ നേച്ചറും ഹ്യൂമാനിറ്റേറിയൻ എന്നൊക്കെ പറയാം, ഹ്യൂമൻ എന്ന് പറയാം. നമ്മൾ പണ്ട് ഏണ്ടൊരു രാജാവിൻ്റെ ഒരു പടത്തലവൻ്റെ കുടുംബത്തിൽപ്പെട്ടതായിരുന്നെന്നും അങ്ങനെ കരമൊഴിവായിട്ട് ഭൂമിയൊക്കെ കിട്ടി എൻ്റെ അച്ഛനൊക്കെ ജനിച്ച തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പൂഞ്ഞാർ രാജാവിൻ്റെ പടത്തലവനായിട്ട് വന്നെന്നും ഒക്കെ കേട്ടിട്ട് ആവശ്യപ്പെടുന്നു. എല്ലാ വ്യവസ്ഥകൾക്കും അതിൻ്റേതായ നന്മകളുണ്ട്. നന്മകളിൽ നിന്നും തിന്മകളിലേക്കുള്ള പുരോഗതിയാണ് വ്യവസ്ഥകളിൽ ഉള്ള പരിണാമം. എന്നാൽ പിന്നീടൊരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തോടും കമ്മ്യൂണിസത്തോടുമെല്ലാം കൂടുതൽ അടുപ്പം ബേബിച്ചായനിലുണ്ടായി. ഈ പരിണാമത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഇടതുപക്ഷത്തോടുള്ള താല്പര്യം ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ അതിന് മുമ്പ് തന്നെ ഇടതുപക്ഷത്തോടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ഈ ഇടതുപക്ഷ ചായ്വതിന് വേറൊരു കാരണമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അടിസ്ഥാനപരമായിട്ട് ഈ ഡൗൺ ട്രോഡനായിട്ടുള്ള ആൾക്കാരുടെ ഭാഗമാണെന്ന് നമ്മളൊരു തോന്നലും, നമുക്ക് തന്നെ ഒരു തോന്നലും, ഈ ഒപ്രസർക്ക് എതിരായിട്ടുള്ളൊരു വികാരവും ചെറുപ്പം മുതലേ എനിക്ക് തോന്നുന്നതിന് ബേസിക് റീസൺ എൻ്റെ അച്ഛൻ തന്നെയായിരിക്കും, ഫാദർ തന്നെയായിരിക്കണം. അച്ഛൻ പറഞ്ഞതിലുള്ള പലതും, അച്ഛൻ വായിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള പലതും, പിന്നെ ചെറുപ്പത്തിലെയുള്ള ഈ മാർക്സിയൻ ചിന്തകളൊക്കെ കുറച്ചൊക്കെ ഫോളോ ചെയ്യാനും വായിക്കാനൊക്കെ ഉള്ള അവസരം കിട്ടിയിട്ടുള്ളപ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്നും ഈ അധികാരി വർഗത്തിനെതിരായിട്ടും സപ്രസ്ഡ് ആയിട്ടുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സമീപനം ആദ്യം മുതലേ, കൊച്ചുനാൾ മുതലേ മനസ്സിലത് ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തോടുള്ള ചായ്വെന്ന് പറയുമ്പം പല കാര്യങ്ങളിലും ഇടതുപക്ഷ കക്ഷികളോട് എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്.